ഞാൻ കുറച്ച് പൊരിക്കാൻ മാത്രം എടുത്ത് വെച്ചിട്ടുണ്ട്. ആമേ ഫോക്സിലുണ്ട് കുറച്ചും കൂടി. ഞാനത് എനിക്കെന്തോ കൂട്ടാൻ വേണ്ടി തോന്നുന്നില്ല. എന്നിട്ട് ഞാനത് ആ ഫ്രിഡ്ജിൽ തന്നെ ഉണ്ട്. 2 ദിവസം കഴിഞ്ഞിട്ട് ആരും വെക്കാൻ വിചാരിച്ചിട്ട്. ഒന്നും ആയിട്ടില്ലല്ലോ. കറി വേണ്ടിക്ക് നടക്കട്ടെ. ഹലോ കൂട്ടുകാരെ, അപ്പം ഞാനിപ്പം കിച്ചണിലാണ്. അപ്പോൾ ഈവനിങ് അല്ല, ഒരു സമയം ഒരു 11:30-12 മണി മാറിപ്പോയതാണ്. അപ്പോൾ ഇന്നിപ്പം ഉച്ചക്കുള്ള ഫുഡ് പ്രിപ്പയർ ചെയ്യുന്നതിൻ്റെ കാര്യങ്ങളും കുറച്ച് കാര്യങ്ങൾ എടുക്കാമെന്ന് വെച്ചിട്ടുള്ളൊരു പ്ലാനിങ്ങിലാണ്. അപ്പോൾ വേറെ ആരുമില്ല, ഞാനും അമ്മയും മാത്രമേ ഉള്ളൂ. മക്കളെ 2 സ്കൂളിൽ പോയിട്ടുണ്ട്. ഏട്ടനും പോയി പാട്ട ഫുഡ് കഴിക്കാൻ ഉച്ചക്ക് വരും. അപ്പോൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്ന വിഭവം എന്നൊന്നും പറഞ്ഞുകൂടാ, നല്ല അടിപൊളി ഒരു നമ്മുടെ പപ്പായനെ കൊണ്ടൊരു പച്ചടിയും, അതുപോലെ തന്നെ നമ്മുടെ ബീൻസ് വെച്ചൊരു തോരൻ, പിന്നെ നമ്മുടെ നല്ല മത്തിയുണ്ട്. ഇവിടെ മത്തി സ്ഥിരം ഒരു ഐറ്റമാണ് കേട്ടോ. മത്തി ഒരു ഫ്രൈയും, ഇത്രയും കാര്യങ്ങൾ. പിന്നെ സാമ്പാർ കുറച്ച് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പം ഞാൻ എൻ്റെതായ സ്റ്റൈലിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ രീതിയിൽ ഉണ്ടാക്കിയിട്ടൊന്ന് നോക്കുക. അപ്പം ഞാൻ ആദ്യം ഉണ്ടാക്കുന്നത് നമ്മുടെ പപ്പായ കിച്ചടി അല്ല കേട്ടോ, പച്ചടി. ഇതാ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മതി നമുക്ക്. ഉച്ചത്തേക്കുള്ളത് മാത്രമല്ലേ വേണ്ടു. അതുകൊണ്ട് ഞാനിത് കുറച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം നമുക്കൊന്ന് കുക്കറിൻ്റെ അകത്തിട്ടൊന്ന് വേവിക്കാം. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം. പിന്നെ എൻ്റെ ഒരു പ്രശ്നമല്ല, ഞാൻ കുക്കിംഗ് വീഡിയോ ഇടുന്ന ദിവസം അപ്പം അധികം ഞാൻ ഈ ഡ്രസ്സ് തന്നെയാണ് കേട്ടോ കാണല്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഈ ഡ്രസ്സ് മാത്രമേ ഉള്ളൂ എന്നല്ല, ഇഷ്ടം പോലെ ഉണ്ട്. പക്ഷെ നമുക്ക് ഓരോ ഫേവറേറ്റ് ഇല്ലേ. അപ്പം ഞാൻ ആക്സിഡൻ്റലി ആവുന്നതാട്ടോ ഈ ഡ്രസ്സ് തന്നെ. ഇതിലിപ്പോൾ രാവിലെ മോനെ സ്കൂളിൽ വിട്ട് വന്ന് പിന്നെ ഞാൻ മാറ്റിയിട്ടില്ല. അപ്പോൾ അതാ ഇത് സംഭവം ഇത് തന്നെ ഇട്ടിട്ടാണ് കുക്കിങ്ങിന് ഇറങ്ങിയിട്ടുള്ളത്. ഇനി മാറ്റാനൊന്നും പറ്റൂല. അപ്പോൾ എല്ലാവരും ക്ഷമിച്ചേക്കുക. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോവാം. സംഭവം ഇത് എനിക്ക് കട്ടിങ് പാഡിൽ വെച്ചിട്ട് കട്ട് ചെയ്യാന്നുള്ളത് ഒരു ടാസ്ക് ആട്ടോ. എനിക്ക് ഇഷ്ടമില്ലാത്ത സംഭവമാണ്. പിന്നെ ഞാൻ വീഡിയോക്ക് വേണ്ടിയിട്ട് ഒന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നു എന്ന് മാത്രം. എനിക്ക് കയ്യിൽ വെച്ച് കട്ട് ചെയ്യുന്നത് തന്നെയാട്ടോ ഇഷ്ടം. കയ്യിൽ വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു കംഫേർട്ടാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് അരിയണം. നമ്മൾ പച്ചടിക്ക് നിങ്ങളിത് ഉണ്ടാക്കിയിട്ടുണ്ടാവുമോ എന്നറിയില്ല, പക്ഷെ നമ്മളിവിടെ സാധാരണയായിട്ട് ഉണ്ടാക്കുന്ന സംഭവമാണ് കേട്ടോ നമ്മുടെ ഈ പച്ചടി. ഇത് നമുക്ക് നേരെ കുക്കറിൽ, ഞാൻ കഴുകിയിട്ടാട്ടോ കട്ട് ചെയ്തേ. നമുക്ക് നേരെ കുക്കറിൻ്റെ അകത്തേക്ക് ഇട്ട് കൊടുക്കാം. കുറച്ച് വെള്ളം, അത് വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം മാത്രം ചേർത്ത് കൊടുക്കാം. കുറച്ച് ഉപ്പും. നമ്മൾ പച്ചടിക്ക് അങ്ങനെ കൂടുതൽ മഞ്ഞളോ ഒന്നും വേണ്ടല്ലോ, വൈറ്റ് കളറല്ലേ ഉണ്ടാവുക. നമുക്ക് അടുപ്പത്തോട്ട് വെക്കാം. കുറച്ച് തൈര് വാങ്ങി. നല്ല അടിപൊളി തൈരാട്ടോ. നമ്മുടെ അഞ്ചരക്കണ്ടി തൈര്, നല്ല അടിപൊളി തൈരാണ്. അപ്പോൾ ഇവിടെ തൈര് നിർബന്ധമാണ്. രണ്ട് തേങ്ങ,
അപ്പോൾ ഞാൻ പച്ചടിക്കുള്ള തേങ്ങ ഞാൻ ചിരണ്ടി വെച്ചിട്ടുണ്ട്. ഇത് വേറെ ഒന്നല്ല, വരുമ്പോൾ നമ്മുടെ ഇവിടെ അടുത്തൊരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ നിന്ന് നല്ല മുളക്, നമ്മുടെ മുളക് കൊണ്ടാട്ടം ഒക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന രീതിയിലുള്ള മുളകാട്ടോ ഇത്. ഇത് വെച്ചിട്ട് നമുക്ക് നല്ലൊരു പച്ചടി, നല്ല എരിവായിരിക്കും, ഒറ്റ ഒന്ന് ഇട്ടാൽ മതി. നമുക്കൊരു മുളകെടുത്ത് കഴുകിയിട്ട് കൊടുത്തിട്ടൊന്ന് അരച്ചെടുക്കാം. തേങ്ങയും പച്ചമുളകും നല്ല തൈര് ചേർത്തിട്ടാണ് അരക്കുന്നത്. അടിപൊളി കട്ട തൈരാണ്, ആവശ്യത്തിന് മാത്രം ഇട്ടു മതി. ഇവിടെ കുറച്ച് പുളി വേണം പച്ചടിക്ക്. ഞാൻ തൈര് ഒഴിച്ച് വെക്കുന്ന പാത്രം കേട്ടോ, തീർന്നു പോകും തൈര്. ഞാനിതുപോലെ തൈര് വാങ്ങിയിട്ട് നമ്മുടെ പാല് ബാക്കിയുണ്ടെങ്കിൽ ആ പാല് കൂടി ഇതിനകത്തേക്ക് ഒഴിച്ചിട്ട് നല്ല അടിപൊളി തൈര് വീട്ടിൽ തന്നെ കേട്ടോ നമ്മൾ ഉണ്ടാക്കൽ. ഇനിയിപ്പോൾ തൈര് ഇല്ലാത്തതുകൊണ്ട് ഞാൻ തൈര് വാങ്ങി നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പച്ചക്കടുകില്ലേ, ഒരു കടുകും കൂടി ഇട്ടു. നല്ലോണം വെന്തിട്ടുണ്ട്. ഇതൊന്ന് തണിയണം കേട്ടോ. ഇതൊന്ന് തണിഞ്ഞിട്ട് നമുക്ക് നമ്മുടെ അരപ്പ് ആഡ് ചെയ്യാം. കുറച്ച് ബീൻസ് എടുത്തിട്ട് തുറന്ന് വെക്കാം. അമ്മ നമ്മുടെ ലവ് ബേർഡ്സിന് തുളസി, മീനിൻ്റെ ഒച്ച, തുളസി ഇല കൊടുത്താൽ നല്ലത്. അവർ നല്ലോണം തുളസീൻ്റെ ഇല കഴിക്കും. അപ്പോൾ അത് പറിക്കാൻ വേണ്ടി പോയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അമ്മ പക്ഷികൾക്ക് തീറ്റ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. നിന്നിട്ട് അത് ഇട്ടിട്ട് ഇങ്ങ് തെറ്റുമ്പോഴേ ഇങ്ങ് വരും. എന്താപ്പാ കുട്ടിക്കോ, നമ്മളെ ഓണടിക്കുന്നുണ്ട് നമുക്ക് വേണ്ടിയിട്ടാണ്. വേണ്ടാറില്ല. തുളസിയില കൊടുത്തു കഴിഞ്ഞാൽ ഇവർ തമ്മിൽ തല്ലൂല, തമ്മിൽ കൊത്ത് പിടിക്കൂല കേട്ടോ. അല്ലെങ്കിൽ ഇവർ തമ്മിൽ അപ്പുറം ഇപ്പുറം ഭയങ്കര കൊത്താ. തുളസിയില കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു ഇതുണ്ട്, അവർ തമ്മിൽ ഒരിക്കലും പരസ്പരം കൊത്ത് കൂടില്ല. അതുകൊണ്ട് ഇതാ എല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. ഞാനിങ്ങ് മാറിക്കഴിഞ്ഞാൽ ഇവർ വന്നിട്ട് നമ്മുടെ ഇല കഴിക്കും.
അപ്പോൾ കുക്കിംഗ് എല്ലാം കഴിഞ്ഞു. അപ്പം ഞാനിവിടെ കുറച്ച് സമയം റെസ്റ്റ് എടുക്കാൻ ഇരുന്നിട്ടാണ് ഉള്ളത്. കുറേയായി വിചാരിക്കുന്നു നമ്മുടെ ഒരു കിച്ചൺ ടൂറും ഒക്കെ ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അതിനൊരു എന്താ പറയേണ്ട ഒരു സാഹചര്യം മുക്കുന്നില്ല എന്ന് പറയാം. പിന്നെ കിച്ചൺ ടൂറെല്ലാം ചെയ്യുമ്പോൾ വീഡിയോ എടുത്തരാൻ ഒരാളും കൂടി വേണ്ടില്ല. അപ്പോൾ വീഡിയോ എടുത്തരാൻ ആളില്ല. പിന്നെ ഏട്ടനോട് പറഞ്ഞ രാത്രി പിന്നെ ടൈമില്ല, രാവിലെ പിന്നെ തീരെ സമയമില്ല. അപ്പോൾ പിന്നെ വീഡിയോ എടുക്കാനൊരു ചെറിയ ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണ് നമ്മുടെ കിച്ചണാട്ടോ ഇത്. അങ്ങനെ ഒരുപാട് വലിയ കിച്ചണൊന്നുമല്ല. ഒരുപാട് വലിയ കിച്ചൺ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. ഒരുപാട് വലുതാകുമ്പോൾ കുറേ പണിയുണ്ടാവും ക്ലീൻ ചെയ്യാനെല്ലാം. ഇത് നമ്മൾ ഒരു ഒതുങ്ങിയ കിച്ചണാണ്. അപ്പോൾ നമ്മളെപ്പോഴും അങ്ങനെ വെറുതെ ഇരുന്ന സമയം, എനിക്ക് വെറുതെ ഇരിക്കുന്ന ഇഷ്ടമല്ല കേട്ടോ. വെറുതെ ഇരുന്ന് നമ്മളെന്തിനാ വെറുതെ സമയം ഇങ്ങനെ പാഴാക്കുന്നപ്പോൾ നമ്മൾ ലൈഫ് കുറച്ച് പ്രൊഡക്റ്റീവ് ആവണം. വെറുതെ നമ്മൾ ചോറും കറി ഉണ്ടാക്കി ഫുഡും കഴിച്ച് നമ്മൾ വെറുതെ നമ്മുടെ സമയം എന്തിനാ കളയുന്നല്ലേ. അപ്പം നമുക്ക് അതിനനുസരിച്ചിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയുണ്ട് ചെയ്യാൻ. അപ്പം എൻ്റെ മെയിൻ ഒരു ഇഷ്ടപ്പെട്ടൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഗാർഡനിങ് ആണ്. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടല്ലോ. അപ്പോൾ ഗാർഡനിങ്ങിൻ്റെ വീഡിയോ ഞാൻ അങ്ങനെ കൂടുതലൊന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. അപ്പോൾ ഇനിയിപ്പോൾ അതെല്ലാം ഞാൻ ഉൾപ്പെടുത്താം. പക്ഷേ വീഡിയോ എടുക്കാനുള്ളൊരു ചെറിയ ബുദ്ധിമുട്ടുകൊണ്ടാണ് അപ്പം ഞാൻ അതെല്ലാം സ്കിപ്പ് ചെയ്ത് പോകുന്നത്. ഇനിയിപ്പോൾ കുറച്ച് കാര്യങ്ങളെല്ലാം ഞാൻ ആഡ് ചെയ്യുക. ഒരു ഫാമിലി വ്ളോഗും കാര്യങ്ങളെല്ലാം ചെയ്യാനുണ്ട്. ഇനിയിപ്പോൾ ഡിസംബർ ആവുന്ന സമയത്ത് സ്കൂള് വെക്കേഷൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഞാൻ വീട്ടിലേക്ക് പോകണം. നീലേശ്വരാണ്. അപ്പോൾ അവിടെ പോയി അവിടുത്തെ കാര്യങ്ങളും അച്ഛനും അമ്മയും അമ്മമ്മയും എല്ലാവരും ഞാൻ ഒന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ എൻ്റെ ഈ ഫാമിലി, ഹസ്ബൻഡിൻ്റെ ഫാമിലിയിൽ ഇപ്പോൾ അമ്മേനെ എല്ലാവരും കണ്ടിട്ടുണ്ടാവും, ഏട്ടനെ കണ്ടിട്ടുണ്ടാവും വീഡിയോസിലെല്ലാം. പക്ഷേ ആൾ വീഡിയോസിലൊന്നും അങ്ങനെ വരില്ല. കാരണം അങ്ങനെ താല്പര്യം കുറവാണ്. പക്ഷേ ഞാൻ വീഡിയോ എടുക്കുന്നതിലൊന്നും ഒരു താല്പര്യക്കുറവില്ലേ. നിൻ്റെ ഇഷ്ടം പോലെ നീ ചെയ്തോ. പക്ഷേ ആൾക്ക് അങ്ങനെ വീഡിയോൻ്റെ മുമ്പിൽ വന്ന് അങ്ങനെയുള്ള സംഭവങ്ങളൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല. അപ്പോൾ പിന്നെ ഞാനും കൂടുതലൊന്നും നിർബന്ധിക്കാറില്ല. പിന്നെ മോന് ഭയങ്കര താല്പര്യം കാശിക്ക്. അപ്പം ഞാൻ, അമ്മ, പിന്നെ അതുപോലെ ഏട്ടൻ, പിന്നെ 2 മക്കളാണ് നമ്മളെ ഫാമിലി. പിന്നെ ഏച്ചി വേറെ തന്നെ സെറ്റിൽഡാണ്. അതുപോലെ ഏട്ടനും. അപ്പോൾ ഏട്ടനെല്ലാം ഒരു ദിവസം ഏട്ടൻ്റെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ ഞാൻ അവിടുത്തെ കാര്യങ്ങളെല്ലാം കാണിച്ചിട്ട് അങ്ങനെ എൻ്റെ ഫാമിലി മൊത്തം ഞാൻ ഒരു ദിവസം എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. ഇതിപ്പം ഞാൻ എൻ്റെ ഒരു ഫാമിലി വ്ളോഗ് പോലെ പറഞ്ഞു പോയി. അപ്പോൾ അതൊക്കെ ഞാൻ ഒരു ദിവസം എല്ലാവർക്കും പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു.